അങ്ങനെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ തുടങ്ങുകയാണ്. ന്യൂ ഇയറിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളിലേക്കൊക്കെ കടക്കുകയാണ്. സമയം 9:30 ആയിട്ടേ ഉള്ളൂ കേട്ടോ. റൂമിൽ നിന്ന് മെല്ലെ പുറത്തിറങ്ങി ഇവിടെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ക്യാമ്പ് ഫയറൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കും വേണമെങ്കിൽ പോയി ജോയിൻ ചെയ്യാം. ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുന്നതിന് ഒരു വിരോധവും ഇല്ല. ഇന്നയാൾക്ക് മാത്രമേ ജോയിൻ ചെയ്യാവൂ, ഇന്നയാൾക്ക് മാത്രമേ ജോയിൻ ചെയ്യാൻ പാടില്ലുള്ളൂ, അല്ലാത്തതുള്ളൂ എന്നുള്ള ഒരു കാര്യങ്ങളും ഇല്ല. ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. ചെറാക്കാം എവിടെ പോയടാ? മാമനെവിടെ പോയി? മാമനെടാ ഉള്ളേ? വിളിച്ചു നോക്കി എടാ ഉള്ള. അപ്പം അങ്ങനെയാണ് ഇവിടെയൊക്കെ തീ മൂട്ടിക്കൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഹായ്, എന്നെയാ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടല്ലേ? ഞാൻ ഒരു ടീം ആരും ഇല്ല, ആരെങ്കിലും ഉണ്ടാന്ന് വെച്ച് നോക്കി നടക്കുന്നത്. പക്ഷെ കഴിഞ്ഞ വർഷത്തെ അനിയൊന്നുമില്ല കേട്ടാ. ഓലൊന്നില്ല. ഇല്ല, ഓൻ വന്നിച്ച റിൻറ്റിനെ ചോദിക്കുന്നേ. കഴിഞ്ഞ പ്രാവശ്യം പൊളിച്ചെടുക്കില്ല, ഇപ്രാവശ്യം കൂടി പൊളിച്ചെടുക്ക. ഞാൻ നേരത്തെ മക്കളെ കണ്ടു. അല്ല ഞാന് പുറത്ത് ഇറങ്ങാൻ സമയമായിട്ട് ഇറങ്ങിയാലല്ലോ എന്ന് വിചാരിച്ച്. ഇപ്രാവശ്യം എന്നാ പൊളിക്കാൻ ആളായില്ലേ, അമ്മക്ക് പൊളിച്ചെടുക്കാന്ന്. അതെയോ? ഞങ്ങള് വൈകുന്നേരം ഒരു ഉച്ചക്കായപ്പോ എത്തിയിട്ടുണ്ട്. അപ്പൊ പിന്നെ ക്യാമ്പ് ഫയർ റെഡി. ഇവിടെ ഉണ്ട് ഒന്ന്, പിന്നെ അവിടെ കേട്ടോ. അതിൻ്റെ ഉള്ളിലാണ് DJ പാർട്ടി ഉള്ളത്. അങ്ങോട്ട് അധികം പോയാൽ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, ഇവിടുന്ന് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാവുന്നതാണ്. അങ്ങനെ ചുമ്മാ ഒന്ന് താഴോട്ട് ഇറങ്ങിയതാട്ടോ. ക്രിസ്മസ് കഴിഞ്ഞെന്നുള്ള കാര്യം മറന്നു പോയിരുന്നു. ഈ ഒരു രാത്രി കൂടി വിട വാങ്ങാവേന്നുള്ള പാട്ടില്ലേ, അതിന് വീഡിയോ എടുക്കാൻ പറ്റിയ സ്ഥലം. കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മ ഉണ്ടോ ലസിതൊക്കെ ഇവിടുന്ന് ഒരു മറുപടി കൊടുത്തത്? അവിടുന്ന് ചെരുപ്പ് പൊട്ടി. അരുണാട്ടന്റെ ചെരുപ്പ് പോയി. ഇതാണ് കേട്ടോ മൗണ്ടൻ വ്യൂ റിസോർട്ട്. നല്ല ആംബിയറും ഒക്കെ ഉള്ളൊരു സ്ഥലം. നല്ല ഭംഗിയില്ലേ? അതൊന്ന് കാണിച്ചു. എത്താൻ പോയോ? ഒന്ന് അങ്ങോട്ടൊക്കെ ഒന്ന് കാണിച്ചെടുക്ക. ഇവിടുന്ന് കാണിച്ചെടുക്ക. അവിടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കൂടെ ഡാൻസ് കളിക്കാൻ കൂടി ഇല്ലായിരുന്നോ? അവരാ അവിടെ എന്നെ കണ്ടപ്പോൾ ഒരു സംസാരിക്കാൻ വന്നു. ഓക്കെ, ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ കാണാം കേട്ടോ. ഇതാണ് കേട്ടോ മൗണ്ടൻ വ്യൂ റിസോർട്ടിന്റെ ഉടമ. ചേച്ചി ഒരു ഹായ് പറഞ്ഞേ. വരും വരും വരും, ഞാനിടൂ. ഓടി ആ
ക്ലിയർ ആവുന്നുണ്ട്. പടകം പൊട്ടിക്കുന്നത് ഇനി നല്ല ലോങ്ങിലാണ് നിൽക്കുന്നത്, അതുകൊണ്ടാണ് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് ചോദിച്ചത്. അങ്ങനെ റിസോർട്ടൊക്കെ ഒന്ന് ചുറ്റിക്കണ്ടു. നേരെ ആ ക്യാമ്പ് ഫയറിൻ്റെ അടുത്തേക്ക് പോന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഒരു സ്ഥലത്ത് മാത്രമല്ല കേട്ടോ, 2 സ്ഥലത്തും ഇങ്ങനെ തീ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പം ആർക്കും എവിടെയും വേണമെങ്കിലും ജോയിൻ ചെയ്യാം, ഡാൻസ് കളിക്കാം. പാട്ട് ഉണ്ട്. നമ്മളത് വെക്കാതിരിക്കുന്നത് എന്താ വെച്ചാൽ കോപ്പിറൈറ്റ് കിട്ടും എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് വെക്കാതിരിക്കുന്നത്. അപ്പോൾ ഡാൻസ് ഇവിടെ തുടങ്ങി എന്ന് തന്നെ കൂട്ടാം. ഇതിൻ്റെയൊക്കെ ഒറിജിനൽ വോയിസ് ഓവർ ഉള്ളത് വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ യൂട്യൂബിൻ്റെ അകത്ത് കയറിയിട്ട് കാര്യമല്ലല്ലോ, ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തോ ഫേസ്ബുക്കിൻ്റെ അകത്തൊക്കെ കയറി നോക്കിയാൽ മതി. അപ്പം നിങ്ങൾക്ക് കാണാം കേട്ടോ. അവിടെയും ഇവിടെയും ഒക്കെ ക്യാമ്പ് ഫയർ. അങ്ങനെ 2025 ഡിസംബർ 31 എന്ന് വെച്ചാൽ ഈ വർഷത്തെ നമ്മൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അത് പുതുവർഷത്തെ വരവേൽക്കാനും കൂടി പോകുന്ന അത് മുമ്പായിട്ടുള്ള കുറച്ച് കലാപരിപാടികളുടെ വിശേഷങ്ങളാണ് ഇനി ഞാൻ പങ്കുവെക്കാൻ പോകുന്നത്. ഇതിൻ്റെയൊക്കെ യഥാർത്ഥത്തിലുള്ള വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബായിപ്പോയി എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ അകത്തോ അങ്ങനെ നിങ്ങൾക്ക് കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അല്ലാത്ത പക്ഷം ഈ യൂട്യൂബിൻ്റെ അകത്ത് കൊടുക്കാൻ എനിക്ക് യാതൊരു ഓപ്ഷനും ഇല്ല. കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ചില പാട്ടുകൾക്ക് കോപ്പിറൈറ്റ് കിട്ടുന്നത് കൊണ്ട് നമുക്ക് യൂട്യൂബിൻ്റെ അകത്ത് കൊടുക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഓൺ വോയിസ് കൊടുക്കുന്നത്. ഇതൊക്കെ ഏതാ പാട്ട് എന്നുള്ളത് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാമെന്നല്ലാതെ ഇത് സമ്മറിൻ ബത്ലേമിനില്ല ശിവശംഭോ എന്നുള്ള പാട്ടുണ്ടല്ലോ, അത് ഒരു ചേട്ടനെ കിട്ടിയപ്പോൾ ഞങ്ങൾ ആ ചേട്ടൻ്റെ കൂടെ കളിച്ചതായിരുന്നേ. അപ്പോൾ ഒരുപാട് പാട്ടുകളും ഡാൻസുകളൊക്കെ കളിച്ചിട്ടുണ്ട്. എല്ലാം എനിക്കിതിൽ ഉൾപ്പെടുത്താൻ പറ്റും എന്നൊന്നും എനിക്ക് ഉറപ്പില്ല. കാര്യം എന്താ വെച്ചാൽ എത്രയെന്ന് വെച്ചിട്ടാണ് നിങ്ങളുടെ അടുത്ത് വോയിസ് തരുന്നതിന് ഒരു പരിധിയൊക്കെ ഇല്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ശരിക്കുള്ള പാട്ടിട്ടിട്ട് കാണുമ്പോൾ ഉള്ള രസമൊന്നും നമ്മൾ വോയിസ് കൊടുക്കുന്ന സമയത്ത് കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് ലിമിറ്റഡായിട്ട് ഉള്ള കുറച്ച് ലിമിറ്റേഷനായിട്ടുള്ള കുറച്ച്, അങ്ങനെ അല്ലേ പറയുക, ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. എന്തായാലും കുറച്ച് സോങ്സിൻ്റെ ഞാൻ ഇതിൻ്റെ കൂടെ വെക്കാം, അല്ലാതെ വേറെ എനിക്ക് ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ യഥാർത്ഥ വീഡിയോ കാണണമെന്നുണ്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും രണ്ടിലും ഞാൻ അപ്ലോഡ് ചെയ്യും. കാരണം അതിൽ നമുക്ക് കോപ്പിറൈറ്റിൻ്റെ ഒരു ഇഷ്യൂ ഇല്ലല്ലോ. ഇതിൽ ഞാൻ ചിലപ്പം നമ്മുടെ ഇതാക്കി ഇട്ട് നോക്കും കേട്ടോ, എന്തെന്നറിയോ, റീലാക്കി ഇട്ട് നോക്കും. ചിലപ്പോൾ അത് ക്ലിക്കാവും, ചിലപ്പം ക്ലിക്കാവില്ല. അതാണ് സംഭവം. ഇപ്പോൾ ഇതൊക്കെ സമ്മറിൻ ബത്ലേമിലത്തെ ആ ഒരു സോങ് കേട്ടോ. നമ്മുടെ ജയറാമേട്ടൻ 5 പെൺകുട്ടികളുള്ളത് ഞങ്ങൾ 4 പേരെ ഉള്ളായിരുന്നു. ഈ റെഡ് ചുരിദാറിട്ട ചേച്ചിയുടെ ഭർത്താവ് കേട്ടോ. ചേച്ചീനെ കളിയാക്കിയിട്ട് ചേട്ടൻ പാടുന്ന പാട്ടും കൂടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ ഡാൻസും പാട്ടും ഒക്കെ ഈ ഒരു ദിവസത്തെ അല്ലെ ഒരു വർഷത്തെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എന്തല്ലേ, ജീവിതത്തിൽ തന്നെ ഇങ്ങനെ ആയിരുന്നു എങ്കിൽ എന്ന് എപ്പോഴെങ്കിലും ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാ കാര്യത്തെയും അവസാനിപ്പിക്കുമ്പോൾ ഇത്രയും സന്തോഷത്തോടെയും ഇത്രയും ആഹ്ലാദത്തോടെയും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തൊരു സുഖമായിരുന്നു അല്ലേ. ആരെങ്കിലും കണ്ണു നിറയുന്നത് നിങ്ങളെപ്പോഴെങ്കിലും കാണുമായിരുന്നോ? ഒരു വർഷത്തെയാണ് നമ്മൾ വിട പറയുന്നത്. ആ വർഷത്തെ വിട പറയുന്ന സമയത്ത് ഒരാളും സങ്കടപ്പെടുന്നില്ല, എല്ലാവരും സന്തോഷിക്കുക ചെയ്യുന്നത്, മറ്റൊരു വർഷത്തെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിലും എല്ലാം എന്നുള്ളത് നമുക്ക് തിരിച്ചറിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ പലർക്കും ഉള്ളൂ എന്നുള്ളതും നിങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ
ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. ഇനിയും ഒരുപാട് പാട്ടിന് ഞങ്ങൾ ഡാൻസ് കളിച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം കൂടി ഇവിടെ വെക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇത്രയും നിങ്ങൾ കണ്ടത് മതി എന്ന് വിചാരിക്കുന്നു. കാരണം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഓൺ വോയിസ് കൊടുക്കുന്നതിലൊരു പരിധിയുണ്ട്. ഇനി ഇതൊക്കെയെന്ന് വെച്ചാൽ നമ്മളൊരു 11:30 ആയ സമയത്ത് തുടങ്ങി ഡാൻസ് കളിപ്പ് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അങ്ങോട്ട് നമ്മൾ ഈ സമയം നോക്കി അടുത്ത വർഷമാവാനായോ എന്നുള്ളത് എത്ര പെട്ടെന്നല്ലേ 2025 എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ലൈഫിൽ നിന്ന് പോയത്. പക്ഷേ ഈ ഒരു 2025 ഒരുപാട് നേട്ടങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് കേട്ടോ. കോട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ആഗ്രഹിച്ചതിനേക്കാട്ടിലും അപ്പുറം ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ നടന്നൊരു വർഷവും കൂടിയാണ് 2025. അപ്പോൾ അത് പോകുമ്പോൾ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ഒരു വിഷമമുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും എൻ്റെ കണ്ണിൻ്റെ മുമ്പിലല്ല എൻ്റെ കൈ തുമ്പത്ത് കൊണ്ടെത്തുന്നതാണ് ദൈവം. 2026 എങ്ങനെ ആവും എന്നുള്ളത് എനിക്കറിയില്ല. അതും നല്ലൊരു വർഷം എനിക്കും നിങ്ങൾക്കും ഒരേപോലെ ആവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം എന്ന് എനിക്ക് പറയാം എന്നല്ലാതെ ഞാൻ പ്രാർത്ഥിക്കുമെന്നൊന്നും ആരും വിചാരിക്കണ്ട. കാരണം അവനവൻ്റെ കാര്യം എന്നുള്ളത് നമുക്ക് ഡയലോഗ് അടിക്കാൻ വേണേ ആർക്ക് വേണമെങ്കിലും പറയാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നൊക്കെ. പക്ഷേ അത് ഡയലോഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾക്ക് ദൈവത്തിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ ഒരു അമ്പലത്തിൻ്റെ മുമ്പിലോ ഒരു പള്ളിയുടെ മുമ്പിലോ അല്ലെ ദൈവം നേരിട്ട് വന്നാലോ നമുക്ക് നമ്മുടെ കാര്യം പറഞ്ഞതിന് ശേഷം മാത്രമേ മറ്റുള്ളവരുടെ കാര്യം പറയാൻ നമ്മൾ ഓർക്കുമോ തന്നെ എനിക്കറിയില്ല. നമ്മളുടെ തന്നെ ലിസ്റ്റ് പറഞ്ഞു തീരുമ്പോഴേക്ക് ദൈവത്തിന് 4 തലയായി മാറും. അപ്പം പിന്നെ മറ്റൊരാളുടെ കാര്യവും കൂടി പറയാൻ ദൈവം നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഈ 2026 നല്ലൊരു വർഷമാവട്ടെ എന്ന് എനിക്ക് പ്രാർത്ഥിക്കാം എന്ന് പറയാനേ എനിക്ക് പറ്റുള്ളൂ. പ്രാർത്ഥിക്കും എന്ന ഉറപ്പൊന്നും എനിക്ക് തരാൻ പറ്റത്തില്ല. അപ്പം ഞാൻ എന്നെ തന്നെ വിഷ് ചെയ്യുകയാണ് ഈ ഒരു 2025 നല്ലൊരു വർഷമാവട്ടെ എന്ന്. കാരണം എനിക്ക് നല്ലൊരു വർഷം തന്നെയായിരുന്നു. ഡാൻസ് കളിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ചെരുപ്പ് പൊട്ടി. പക്ഷേ കംഫർട്ടായിരുന്നു കേട്ടോ ഇടാൻ. അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ അറിഞ്ഞതേ ഇല്ല. അതേപോലെ തന്നെ ഈ ഒരു വർഷം പോകട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഈ പൊട്ടിയതാണെങ്കിലും ചളങ്ങിയതാണെങ്കിലും അതൊന്നും നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാവാതെ സുഖസുന്ദരമായിട്ട് സന്തോഷമായിട്ട് സമാധാനത്തോടെ 2026 എൻ്റെ ലൈഫിലേക്ക് വരവേൽക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ വിചാരിച്ചതാണ്. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ തന്നെ ഒന്ന് മാറാൻ ശ്രമിച്ച ഒരു വർഷവും കൂടിയാണ് കേട്ടോ ഇത്. 2026 ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചു. കാരണം ഇന്ന് എൻ്റെ വാപ്പ എനിക്കൊരു വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനാണോ നീ സ്ലീവ്ലെസ് ഇട്ട് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മറുപടി ഞാൻ വാപ്പാക്ക് കൊടുത്തിട്ടില്ല. ഇത് വാപ്പ കാണുകയാണെങ്കിലും നാട്ടുകാർ കാണുകയാണെങ്കിലും എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ചിലവിലല്ല ഞാൻ ജീവിക്കുന്നത്. ഞാൻ എൻ്റെ സ്വന്തം ചിലവിലാണ് ജീവിക്കുന്നത്. ഇനി അങ്ങോട്ട് എനിക്ക് എൻ്റേതായിട്ടുള്ള ജീവിതം മാത്രമാണ്. അതുകൊണ്ട് എനിക്ക് ആരുടെയും ഒരു കാര്യവും നോക്കേണ്ട ആവശ്യമില്ല. ആരുടെയും അഭിപ്രായവും തേടേണ്ട കാര്യമില്ല. അതിനി ബാപ്പയായി നാട്ടുകാരായി ആര് തന്നെയായി. അപ്പം അതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഞാൻ അടിമുടി ഒന്ന് മാറാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ശരിക്കും മതം മാറ്റമായിരിക്കുന്നു. മതമൊന്നും മാറുന്നില്ല കേട്ടോ. വലത്തെ കാലിലെ മന്ത് ഇടത്തെ കാലിലേക്ക് മാറ്റിയാൽ നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. അതാണ് മതം മാറ്റം എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നത്. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അതിനൊന്നും തുനിയുന്നില്ല. എനിക്ക് മതം വിട്ടു എന്ന് പറയുന്നത് ഓക്കെയാണ്. മതമേ ഇല്ലാതെ ജീവിക്കാൻ തീരുമാനിച്ചു. എൻ്റെ ഇഷ്ടത്തിന് ഞാനായിട്ട് ആരെയും ഭയക്കാതെ ആരോടും ചോദിക്കാതെ ജീവിക്കാനുള്ള ഒരു വർഷമായിട്ട് ഈ 2026 ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഡാൻസിൻ്റെ വിശേഷങ്ങൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി കുറച്ച് 2026 നമ്മൾ വരവേറ്റ കുറച്ചൊരു വീഡിയോസോട് ഞാൻ കാണിച്ചുതരാം. കുറച്ച് രംഗങ്ങൾ മാത്രമേ കാണിക്കുള്ളൂ കേട്ടോ. ഒരുപാട് ഓൺ വോയിസ് കൊടുക്കാൻ എനിക്ക് പറ്റാത്തത് കൊണ്ടാണ്. അതുകൊണ്ടൊന്നും വിചാരിക്കരുത്. അങ്ങനെ ദേ 2025 വരവേൽക്കുന്നതാണ് നിങ്ങൾ ഈ ആകാശത്തെ ഈ പൊട്ടിത്തെറിയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തല്ലേ ഞാൻ പറഞ്ഞില്ലേ, നഷ്ടങ്ങളെ ഇങ്ങനെ നമ്മൾ സന്തോഷത്തോടെ നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിയിട്ടുണ്ട്. പലരുടെയും പ്രശ്നം അവിടെ തീരും. അത് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ക്ലാസ്സും കൂടിയായിട്ട് 2026 നമുക്ക് ദേ വരവേറ്റ് നല്ലൊരു വർഷമാവട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒറ്റക്കല്ലേ പ്രാർത്ഥിക്കാൻ പറ്റാത്തേ ഉള്ളൂ, ഒരുമിച്ച് പ്രാർത്ഥിക്കാം കേട്ടോ.
അങ്ങനെ ഇത്രയും പറഞ്ഞുകൊണ്ട് 2026 വരവേറ്റുകൊണ്ട് ബൈ ദ ബൈ ബൈ പറയാണ്. ബൈ ഫ്രം ജിസ്ന സലീം. ഓക്കെ ബൈ.